മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 6-ാമത്തെ ദശകത്തിൽ 4, 5, 6 ശ്ലോകങ്ങൾ പറയാൻ ശ്രമിക്കാം. അർത്ഥം പറഞ്ഞിരുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 4-ാമത്തെ ശ്ലോകം. ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ഛന്ദംസി കേശവ ഘനാസ്തവ കേശപാശാഃ ഉല്ലാസിച്ചില്ലിയുകളം രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. കഴിഞ്ഞ 3 ശ്ലോകത്തിലായിട്ട് 14 ലോകങ്ങൾ ഭഗവാന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞു. അതായത് ഏറ്റവും താഴെയുള്ളതായിട്ടുള്ള പാതാളത്തിലെ പാതാളം മുതൽ അവിടുന്ന് മുകളിലേക്കുള്ളതായിട്ട് ആദ്യം ഭൂമിക്ക് താഴെയുള്ളതായിട്ടുള്ള 7 ലോകങ്ങളെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഭൂമി മുതൽ മുകളിലേക്കുള്ളതായിട്ടുള്ള ലോകങ്ങളെ പറഞ്ഞു. ഒക്കെ ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് ആണ് അവയവങ്ങളായിട്ട് ഭഗവാന്റെ ഓരോ ഭാഗം പ്രദേശം ആയിട്ടാണ് വിവരിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 14 ലോകങ്ങളെ ഇങ്ങനെ വിഭജിച്ചു. ഇനി 14 ലോകങ്ങളിലുള്ളതായിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്, വസ്തുക്കൾ ഒക്കെ. അപ്പം അതിനെയൊക്കെ എന്തായിട്ടാണ് ഭഗവാന്റെ തന്നെ എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ് എന്നാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭൂമിയിലുള്ളതായിട്ടുള്ള ഓരോന്നും ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള മറ്റോരോന്നും ഭൂമിയിലെന്ന് മാത്രമല്ല പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള മറ്റോരോന്നും ഈ 14 ലോകങ്ങൾ ഒഴിച്ച് 14 ലോകങ്ങളെ ആകത്തുകയായിട്ട് പറഞ്ഞു. ആ 14 ലോകങ്ങളിലുള്ളതായിട്ടുള്ള ഓരോന്നും ഭഗവാന്റെ ഏതേത് അവയവം അല്ലെങ്കിൽ സങ്കല്പം ആണ് എന്നുള്ളത് ഇനി ഈ ശ്ലോകങ്ങളിൽ പറയുന്നു. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. ത്വൽ ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വഗന്ധ. ഈശ്വര എന്നും വിശ്വഗന്ധ എന്നും സംബോധനയാണ്. ഈശ്വര എല്ലാറ്റിനും ഈശനായിട്ടുള്ളവനെ, എല്ലാറ്റിനും അധീശനായിട്ടുള്ളവനെ, എല്ലാറ്റിനെയും ഭരിക്കാൻ കഴിയുന്നവനെ, നിയന്ത്രിക്കാൻ കഴിയുന്നവനെ. വിശ്വഗന്ധ എന്ന് പറഞ്ഞാൽ വിശ്വത്തിൻ്റെ മുഴുവൻ കന്ധം, വേര്, കിഴങ്ങ് എന്നൊക്കെ പറയാം. കന്ധത്തിന് വേരെന്നും കിഴങ്ങ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെയൊക്കെ വേരായിട്ടുള്ള ആ വേരിൽ നിന്നാണല്ലോ ബാക്കിയൊക്കെ ഉണ്ടാവണത്. അപ്പോൾ ആ ഭഗവാനാണ് വിശ്വത്തിൻ്റെ മുഴുവൻ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വേരായിട്ടുള്ളത് അല്ലെങ്കിൽ കിഴങ്ങായിട്ടുള്ളത് ഭഗവാനാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിശ്വത്തിൻ്റെ മുഴുവൻ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കന്ധമായിട്ടുള്ള കിഴങ്ങായിട്ടുള്ള അല്ലയോ ഭഗവാനെ. ത്വൽ ബ്രഹ്മരന്ധ്രപദം ഛന്ദാംസി. ഛന്ദസ്സുകൾ എന്ന് വെച്ചാൽ വേദങ്ങൾ. വേദത്തിനാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ഛന്ദാംസി അതിൻ്റെ ബഹുവചനാണ് ഛന്ദാംസി എന്ന്. ഛന്ദാംസി വേദങ്ങൾ എന്താണ്? ത്വൽ ബ്രഹ്മരന്ധ്രപദം അങ്ങയുടെ. ത്വത് എന്നുള്ളത് സമാസത്തിൽ വരുന്നതാണ്. അപ്പോൾ ത്വത് എന്ന് പറയാൻ അങ്ങയുടെ ബ്രഹ്മരന്ധ്ര സ്ഥാനമാണ്. ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ ശിരസിലെ മൂർധാവിൽ ഉള്ളതായിട്ടുള്ള ഒരു രന്ധ്രം ആയിട്ടാണ്, ഒരു തുള ആയിട്ടാണ് പറയണത്. അത് കൂടെയാണ് പ്രാണൻ പുറത്തേക്ക് പോണത് എന്നാണ്. അപ്പോൾ ഈ മുക്തി വരുമ്പോൾ, മോക്ഷം വരണ സമയത്തൊക്കെ ആ ആത്മാവ് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വേർപെട്ട് പോണത്, അല്ലെങ്കിൽ പ്രാണൻ പുറത്തേക്ക് പോകുമ്പോഴാണ് ആത്മാവ് മറ്റൊന്ന് വിലയിക്കണത്, ഭഗവാനിൽ തന്നെ വിലയിക്കണത്. അപ്പം അങ്ങനെ ആ ആത്മാവ് പുറത്തേക്ക് പോണത്, പ്രാണൻ പുറത്തേക്ക് പോണത് ഈ ശിരസിലുള്ളതായിട്ടുള്ള ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടെയാണെന്നാണ് സങ്കല്പം. അപ്പം അങ്ങനെ ആ ബ്രഹ്മരന്ധ്രമാണ് സുഷുമ്നാനാഡിയുടെ ഏറ്റവും അറ്റം ഈ ബ്രഹ്മരന്ധ്രാണ് എന്നാണ്. സുഷുമ്നാനാഡിയിൽ കൂടെയാണല്ലോ എല്ലാ ഇതും ശരീരത്തിലേക്ക് മുഴുവൻ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്രെയിനിൽ നിന്നുള്ളതായിട്ട്, തലച്ചോറിൽ നിന്നുള്ളതായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും ഒക്കെ വ്യാപിക്കണ നാഡികൾ, എല്ലാ നാഡികളും വിഭവിക്കണതും ഒക്കെ ഈ സുഷുമ്നാനാഡിയിൽ നിന്നാണ്. അപ്പം അങ്ങനെ ആ എല്ലാ നാഡികളുടെയും അറ്റം ആയിട്ടുള്ളതാണ് ഈ ബ്രഹ്മരന്ധ്രം എന്ന് പറയണത്. അപ്പോൾ ആ ബ്രഹ്മരന്ധ്രം അങ്ങയുടെ ബ്രഹ്മരന്ധ്രമാണ്. അങ്ങയുടെ ശിരസിൻ്റെ അഗ്രമായിട്ടുള്ളതായിട്ടുള്ള ഏറ്റവും മൂർധാവിലുള്ളതായിട്ടുള്ള ആ രന്ധ്രമാണ് എന്ത്? ഛന്ദസ്സുകളൊക്കെ, എല്ലാ ഛന്ദസ്സുകളും വേദങ്ങളും ഒക്കെ അങ്ങനെയാണ് എന്നാണ്. ഛന്ദാംസി കേശവ
കേശവ എന്ന് പറയുമ്പോൾ കേശവ എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങളും ഉണ്ട്. കേശിയെ കൊന്ന ആള് കേശവൻ എന്നുണ്ടെന്ന്. പിന്നെ ക ഈ അ എന്ന് മൂന്നെണ്ണവും കൂടിയിട്ടുള്ളതാണ് കേശ എന്നുള്ളത്. കേശവ എന്നുള്ളത് അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്ന്. അപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇവരുടെ മൂന്ന് പേരുടെയും മേളനമായിട്ടുള്ള, അതായത് ആകത്തുകയായിട്ടുള്ള ഇത് മൂന്ന് പേരും ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരൊക്കെ ഭഗവാന്റെ തന്നെ ഓരോ അവസ്ഥാവിശേഷങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ കേശവൻ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയൊക്കെ സ്വരൂപമായിട്ടുള്ളതായിട്ടുള്ള അലയോ ഭഗവൻ കേശവ. ഘനാസ്തവ കേശപാശാഹ. തവ ഘനാഹ, ഘനങ്ങൾ, മേഘങ്ങൾ. ഘനാഹ, മേഘങ്ങൾ. തവ, അങ്ങയുടെ കേശപാശാഹ, അതിധാരാളമായിട്ടുള്ളതായിട്ടുള്ള കേശപാശം എന്നുള്ളത് പാശശബ്ദം പ്രയോഗത്തിൽ അവസാനം പ്രയോഗിക്കുമ്പോൾ അത് ആധിക്യം കാണിക്കുന്നതാണ്. കേശപാശ, അങ്ങയുടെ അതിവിസ്തൃതമായ അതിധാരാളമായിട്ടുള്ളതായിട്ടുള്ള കേശങ്ങളാണ് ഏത്? മേഘങ്ങൾ. മേഘങ്ങൾ ഭഗവാന്റെ തലമുടിയാണ് എന്നാണ്. ഘനാഹ തവ കേശപാശാഹ. ഉല്ലാസി ചില്ലിയുഗളം രുഹിണസ്യ ഗേഹം. ഉല്ലാസി ചില്ലിയുഗളം. ഉല്ലാസി ഉല്ലസിക്കുന്നതായിട്ടുള്ള, ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ ഇളകി വശായിട്ടുള്ളതായിട്ട് അതിമനോഹരമായിട്ട് ഇളകുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള ചില്ലിയുഗളം. ചില്ലിയുഗളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരികങ്ങൾ. യുഗളം ഇരട്ട. ചില്ലിയുടെ യുഗളം, അതായത് രണ്ട് പുരികങ്ങളും ആണ് ചില്ലി യുഗളം എന്ന് പറയുന്നത്. രണ്ട് പുരികങ്ങൾ അങ്ങയുടെ പ്രകാശിക്കുന്നതായിട്ടുള്ള ഇളകി വിളങ്ങുന്നതായിട്ടുള്ള അങ്ങയുടെ ചില്ലിയുഗളമാണ് എന്ത്? രുഹിണസ്യ ഗേഹം. രുഹിണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ ഗൃഹമായിട്ടുള്ളതായിട്ടുള്ള സത്യലോകം അങ്ങയുടെ ചില്ലിയുഗളമാണ് എന്ന് പറഞ്ഞു. അങ്ങയുടെ പുരികങ്ങളാണ്. ഉല്ലാസ ചില്ലിയുഗളം രുഹിണസ്യ ഗേഹം. പക്ഷ്മാണി രാത്രി ദിവസവും. പക്ഷ്മങ്ങൾ, കൺപോളകളിലുള്ളതായിട്ടുള്ള ആ രോമങ്ങൾ, കണ്ണുകളിലുള്ളതായിട്ടുള്ള കണ്ണിൻ്റെ രോമങ്ങൾ, കൺപോളകളിലുള്ളതായിട്ടുള്ള ആ രോമങ്ങൾ. പക്ഷ്മാണി രാത്രി ദിവസവും. രാത്രിയും പകലും ആണ്. ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ പകൽ എന്നുള്ള അർത്ഥമാണ്. രാത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ദിവസം എന്നുള്ളതിന് പകൽ എന്നാണ് അർത്ഥം. അല്ല ദിവസം കേവലം ദിവസം എന്ന് പറഞ്ഞാൽ ദിവസം എന്നുള്ളതായിട്ടുള്ള അർത്ഥം കൊടുക്കാം, പകൽ എന്നുള്ള അർത്ഥം കൊടുക്കാം. ഇവിടെ എന്തായാലും രാത്രി ദിവസവും എന്ന് പറയുമ്പോൾ രാവും പകലും എന്നുള്ള അർത്ഥം തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷ്മാണി, അങ്ങയുടെ പക്ഷ്മങ്ങൾ, കൺപോളകളിലെ രോമങ്ങൾ എന്താണത്? രാത്രി ദിവസവും, രാത്രിയും പകലും ആണ്. ഇനി സവിതാച നേത്രേ. നേത്രങ്ങളാണ്. സവിത എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ അങ്ങയുടെ നേത്രങ്ങളാണ്. നേത്രേ ദ്വിവചനാണ്, രണ്ട് നേത്രങ്ങൾ, അതുകൊണ്ട് ദ്വിവചനം പ്രയോഗിച്ചിരിക്കുന്നു. സവിതാച, സൂര്യനാകട്ടെ അങ്ങയുടെ നേത്രങ്ങളാണ്. ഈ സൂര്യചന്ദ്രന്മാരെ നേത്രങ്ങളായിട്ടുള്ളൊരു പറയലുണ്ട്. സൂര്യചന്ദ്രന്മാരാണ് നേത്രങ്ങൾ. ശിവൻ്റെയൊക്കെ പറയുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഈ മൂന്നാണ് മൂന്ന് കണ്ണുകൾ എന്നൊക്കെ പറയും. അല്ലാണ്ട് വിഷ്ണുവിൻ്റെ പറയുകയാണെങ്കിൽ സൂര്യചന്ദ്രന്മാരാണ് എന്ന് പറയും. എന്തായാലും ഇവിടെ കാവ്യത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയലുണ്ട് എന്നുള്ളത് ധരിച്ചാൽ മതി. ഇവിടെ സവിതാച നേത്രേ, നേത്രങ്ങളാണ് സവിത, സൂര്യൻ എന്ന് പറയുന്നത് അങ്ങയുടെ നേത്രങ്ങളാണ്. ഏകത്വം കൽപ്പിച്ചിരിക്കുകയാണ് അവിടെ. നേത്രങ്ങൾക്ക് ആ ഇന്ദ്രിയം, ചക്ഷുരിന്ദ്രിയം എന്നുള്ള അർത്ഥത്തിലെടുക്കാം. സവിതാച നേത്രേ, നേത്രങ്ങളാണ് സവിത എന്ന് പറയുന്നത്, സൂര്യൻ എന്ന് പറയുന്നത് അങ്ങയുടെ നേത്രങ്ങളാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്ചിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേച ഭഗവൻ അധരോത്തരോഷ്ഠൗ താരാഗണാശ്ച ദശനാഹ ശമനശ്ച ദംഷ്ട്ര. ഇനി അടുത്തത് വേറൊരൊന്ന് പറയാണ്. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ. നിശേഷ വിശ്വരചന, ഈ വിശ്വത്തിനെ മുഴുവൻ സൃഷ്ടിക്കുക എന്നുള്ളത്, നിശേഷമായിട്ടുള്ളതായിട്ടുള്ള വിശ്വത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടി എന്നുള്ളത്, രചന, അതിനെ ഉണ്ടാക്കുന്ന സൃഷ്ടി എന്നുള്ളത് നിശേഷ വിശ്വരചനാച, അതാകട്ടെ കടാക്ഷമോക്ഷ, അങ്ങയുടെ കടാക്ഷമാണ്, അങ്ങയുടെ നോട്ടം തന്നെയാണ്. ആ മനോഹരമായിട്ടുള്ള കടാക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തോടു കൂടി കരുണാപൂർണമായിട്ടുള്ളതായിട്ടുള്ള നോട്ടത്തിനെയാണ് കടാക്ഷം എന്ന് പറയുക. അങ്ങയുടെ കടാക്ഷമാണ്. ആ കടാക്ഷത്തിൻ്റെ മോചനം, അത് കടാക്ഷം വിട എന്നുള്ളതുണ്ടല്ലോ, അതാണ് മോക്ഷ എന്ന് വെച്ചാൽ മോചനാണ്. അതിനെ വിട, കടാക്ഷിക്കുക എന്നുള്ളത്.
അത് അങ്ങയുടെ കടാക്ഷമോക്ഷമാണ്, കടാക്ഷമോചനമാണ്. ഏത്? ഈ വിശ്വരചന എന്നുള്ളത് തന്നെ, വിശ്വത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് വെറുതെ അങ്ങയുടെ ആ കടാക്ഷമായിട്ടുള്ളതായിട്ടുള്ള വീക്ഷണമാണ്. കടാക്ഷ വീക്ഷണം, കടാക്ഷ കണ്ണിൻ്റെ അറ്റത്തു കൂടിയുള്ളതായിട്ടുള്ള നോട്ടം, കരുണാമയമായിട്ടുള്ള നോട്ടം. അതാണ് വിശ്വരചന മുഴുവൻ, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ രചന. ഇനി കർണവും ദിശഹ, ദിക്കുകൾ, ദിശഹ ദിക്കുകൾ, ദിഗ്ദിശവും ദിശഹ എന്നാണ് ബഹുവചനാണ്. ദിശഹ ദിക്കുകൾ അങ്ങയുടെ കർണങ്ങളാണ്, ചെവി, അങ്ങയുടെ ചെവികളാണ്. കർണവും, രണ്ട് കർണങ്ങളാണ്. ഈ ദിക്കുകൾ മുഴുവൻ അങ്ങയുടെ കർണങ്ങളാണ്. കർണവും ദ്വിവചനാണ്, രണ്ട് കർണങ്ങളായതുകൊണ്ട്. കർണവും ദിശഹ അശ്വയുഗളം തവ നാസികേ ദ്വേ. ഇനി അശ്വയുഗളം, അശ്വിനി ദേവതകൾ. യുഗളം എന്ന് പറഞ്ഞാൽ ഇരട്ടാന്നാണ്, അത് നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ട്. ആ യുഗളം എന്ന് വെച്ചാൽ ഇരട്ടാന്നാണ്. അശ്വിനി ദേവതകളുടെ യുഗളം രണ്ടാ, അവരെപ്പോഴും ഒന്നിച്ചേ ഉള്ളൂ. അശ്വിനി ദേവതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ടേ ഉള്ളൂ. ഒറ്റയ്ക്ക് അശ്വിനി ദേവതകൾ യാത്രയില്ല. അവരെ എപ്പോഴും രണ്ടുപേരും കൂടിയിട്ടാണ് ഈ അശ്വിനി ദേവതകളുടെ യാത്ര മുഴുവന്. ആ അശ്വയുഗളം, അശ്വിനി ദേവതകൾ അതെന്താണ്? നാസികേ ദ്വേ, രണ്ട് നാസികകളാണ്. അതായത് ആ രണ്ട് നാസികകളുടെ ദ്വാരങ്ങളാണ്, രണ്ട് നാസികകളാണ് ഈ അശ്വിനി യുഗളങ്ങൾ. അശ്വിനി യുഗളം എന്ന് പറയുന്നത് രണ്ട് അശ്വിനി ദേവതകളും അങ്ങയുടെ ദ്വേ നാസികേ, രണ്ട് നാസികകളാണ്, നാസികാദ്വാരങ്ങളാണ്. തവ നാസികേ ദ്വേ ലോഭത്രപേച ഭഗവൻ അധരോത്തരോഷ്ഠവും. ലോഭം, ത്രപ എന്നിവ. ലോഭത്രപേ ഇവിടെയും രണ്ടും കൂടിയതായതുകൊണ്ട് ദ്വിവചനം പ്രയോഗിച്ചിരിക്കുകയാണ്. ലോഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാഗ്രഹം, ഓരോന്നുള്ളതായിട്ടുള്ള അമിതമായിട്ടുള്ളതായിട്ടുള്ള ആഗ്രഹം. ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ. ലോഭത്രപേ, ലോഭവും ത്രപയും അത് ഓരോരോ സ്വഭാവ വിശേഷങ്ങളാണ്. ആ ലോഭവും ത്രപയും എന്താണ്? തവ ലോഭത്രപേച ഭഗവൻ അധരോത്തരോഷ്ഠവും. അധരവും ഓഷ്ഠവുമാണ്. അധരം എന്ന് പറഞ്ഞാൽ കീഴ്ച്ചുണ്ട്, ഓഷ്ഠം മേൽച്ചുണ്ട്. അധരോത്തരോഷ്ഠവും അത് രണ്ടും കൂടിയിട്ടാവുമ്പോൾ ദ്വിവചനം പ്രയോഗിച്ചു. ഈ ലോഭവും ത്രപയും അങ്ങയുടെ അധരവും ഓഷ്ഠവുമാണ്. ലോഭം അധരം, ഓഷ്ഠം മേൽച്ചുണ്ട്. അങ്ങനെ ഇത് രണ്ടും അങ്ങയുടെ കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടുമാണ് എന്ന് പറഞ്ഞു. അധരോത്തരോഷ്ഠവും, അധര ഉത്തരവുമായിട്ടുള്ള ഓഷ്ഠങ്ങൾ, അതായത് കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടുമാണ് അങ്ങയുടെ ഈ ലോഭവും ത്രപയും. ലോഭം എന്ന് പറയുന്നത് ദുരാഗ്രഹം, അത്യാഗ്രഹം എന്നൊക്കെ പറയാം, അമിതമായിട്ടുള്ള മോഹം. ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ. ഇത് രണ്ടുമാണ് ഈ അങ്ങയുടെ അധരോഷ്ഠങ്ങൾ എന്ന് പറഞ്ഞു. ഇനി താരാഗണാശ്ച ദശനാഹ, താരാഗണങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ. താരാഗണാഹ, നക്ഷത്ര സമൂഹങ്ങൾ, ഒരുപാട് നക്ഷത്രങ്ങൾ സമൂഹങ്ങൾ തന്നെയുണ്ടല്ലോ. അപ്പം അതാണ് ഗണാഹ എന്ന് ബഹുവചനായിട്ട് പറയുകയാണ്. കാരണം താരാഗണാഹ ച ദശനാഹ, അങ്ങയുടെ ദശനകളാണ്. ദശനകൾ ദന്തങ്ങൾ, പല്ലുകൾ. താരാഗണങ്ങൾ അങ്ങയുടെ പല്ലുകളാണ്. ദശനാഹ, ദശനകളാണ്, പല്ലുകളാണ് താരാഗണങ്ങൾ. താരാഗണാഹ ച ദശനാഹ ശമനശ്ച ദംഷ്ട്ര. ശമനൻ എന്ന് പറയുന്നത് യമൻ, മരണത്തിൻ്റെ ഇതാണല്ലോ. യമനാണ് ശമനഹ ച, ശമനനാകട്ടെ ദംഷ്ട്ര, അങ്ങയുടെ ദംഷ്ട്രയാണ് എന്നാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഓരോന്നിനും ഓരോ ഭഗവാന്റെ ഓരോരോ അവയവവും അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ടുള്ളതായിട്ടുള്ള രൂപകം പറയുകയാണ്. അവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ശമനശ്ച ദംഷ്ട്ര, ദംഷ്ട്രയാണ് ശമനൻ, അങ്ങയുടെ ദംഷ്ട്രയാണ്. യമദേവൻ കാലൻ അങ്ങയുടെ ദംഷ്ട്രയുമാണ് എന്നാണ്. ഇനി അടുത്ത ശ്ലോകം. മായാ വിലാസഹസിതം. മായ വിലാസഹസിതമാണ്, അങ്ങയുടെ വിലാസത്തോടു കൂടിയ മന്ദസ്മിതം, മനോഹരമായിട്ടുള്ള മന്ദസ്മിതമാണ്. ആ മന്ദസ്മിതം തന്നെയാണ് മായ. അത്ഭുതത്തോടു കൂടിയിട്ട് നമ്മൾ നോക്കുക, അതാണ് ഈ മായ അല്ലേ. ആ മായ എന്നുള്ളത് അങ്ങയുടെ വിലാസഹസിതമാണ്, വിലാസമായിട്ടുള്ളതായിട്ടുള്ള മനോഹരമായിട്ടുള്ള മന്ദഹാസമാണ്. മന്ദഹാസം തന്നെയാണ് ഈ മായ. ശ്വസിതം സമീരഹ, സമീരൻ കാറ്റ്, വായു എന്നുള്ളത് അങ്ങയുടെ ശ്വാസം ആണ്. അങ്ങ് ശ്വസിക്കുന്നത് തന്നെയാണ് ഈ സമീരൻ എന്ന് പറയുന്നത്. കാറ്റ് എന്ന് പറയുന്നത് അങ്ങയുടെ ശ്വാസവായുവാണ്, അങ്ങയുടെ ശ്വസിതമാണ്, ശ്വസിക്കലാണ്. ജിഹ്വാ ജലം, ജിഹ്വ നാവ് എന്ന് പറയുന്നത് ജലം തന്നെയാണ്.
ജലത്തിനാണ്, ജലത്തിനായിട്ടാണ്, ജലത്തിൻ്റെ രസമായിട്ടാണല്ലോ പറയണത്. ഇതാണല്ലോ ജിഹ്വ അനുഭവിക്കണത്. ജിഹ്വ അനുഭവിക്കുന്നത് രസം ആണല്ലോ ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ജിഹ്വയെ ജലമായിട്ട് പറഞ്ഞു. ജിഹ്വ എന്ന് പറയണത് അല്ല, ജലം എന്ന് പറയണത് അങ്ങയുടെ ജിഹ്വയാണ്, നാവാണ് എന്നാണ്. ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി. അല്ലയോ ഈശ, വചനം, വാക്ക് എന്ന് പറയുന്നത് എല്ലാ വാക്കുകളും വചനമായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ. വചനം എന്ന് പറഞ്ഞാൽ ഭാഷ പറയണത് മുഴുവനെ, വാക്കുകൾ മുഴുവൻ തന്നെ. ശകുന്തപംക്തി, അങ്ങയുടെ ഈ ശകുന്തപംക്തി, ശകുന്തങ്ങളുടെ സമൂഹങ്ങൾ, ശകുന്തം എന്ന് പറഞ്ഞാൽ പക്ഷികൾ, പക്ഷി സമൂഹങ്ങളൊക്കെ തന്നെ അങ്ങയുടെ വാക്കാണ് എന്നാണ്. അങ്ങയുടെ വാക്കാണ് ഈ പക്ഷി സമൂഹങ്ങളൊക്കെ, അങ്ങയുടെ വാക്ക് വചനമാണ്, അതാണ് അങ്ങയുടെ വചനം എന്നാണ്. ശകുന്തപംക്തി വചനം. ശകുന്തങ്ങളുടെ പങ്ക്തി, നിര, കൂട്ടം, പക്ഷിക്കൂട്ടങ്ങളെല്ലാം, പക്ഷികളുടെ കൂട്ടങ്ങളെല്ലാം തന്നെ അങ്ങയുടെ വാക്കാണ്. അതായത് അവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ശബ്ദം മുഴുവൻ അങ്ങയുടെ വാക്കാണ് എന്ന് സാരം. ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാഹ. സിദ്ധാദികൾ, സിദ്ധ, വിദ്യാധര, യക്ഷഗന്ധർവ, കിന്നരാദികൾ, ഉപദേവതന്മാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ സിദ്ധാദികളായിട്ടുള്ള ആ ദേവതകളൊക്കെ അത് ആരാണ്, എന്താണ്? സ്വരഗണാഹ, സ്വരങ്ങളാണ്. സിദ്ധന്മാരോ ഗന്ധർവന്മാരോ ഒക്കെ ഇതിനൊക്കെ പ്രസിദ്ധരായിട്ടുള്ളതാണ്, പാട്ടിന്, ഗീതത്തിന് പ്രസിദ്ധരായിട്ടുള്ളവരാണ്. അപ്പം അതാണ് അങ്ങയുടെ ആ സിദ്ധാദികളായിട്ടുള്ള ദേവതകളാണ് സ്വരഗണാഹ, അങ്ങയുടെ സ്വരങ്ങൾ. സ്വരഗണാഹ സിദ്ധാദയ സ്വരഗണാഹ. ഇനി മുഖരന്ധ്രം അഗ്നിഹി. അഗ്നിഹി മുഖരന്ധ്രം. അഗ്നി എന്ന് പറയണത്, തീയ എന്ന് പറയണത് മുഖരന്ധ്രമാണ്, വായുടെ ദ്വാരം. ആ വായുടെ, അങ്ങയുടെ വായുടെ ദ്വാരം തന്നെയാണ് അഗ്നി എന്ന് പറയണത്. അവിടെ അപ്പോൾ അഗ്നിയിൽ കൂടിയാണ് ഹോമിക്കുമ്പോൾ, സാധനങ്ങളൊക്കെ ഹോമിക്കുന്നതൊക്കെ അഗ്നിയിലാണല്ലോ പൂജിക്കുമ്പോഴൊക്കെ. അപ്പോൾ അവിടെ അഗ്നിമുഖന്മാരായിട്ടാണ് ദേവന്മാരെയൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ മുഖം തന്നെയാണ്, അതായത് ആ മുഖമാണ് ഈ അഗ്നി എന്ന്. അഗ്നിയിൽ ഹോമിക്കണം, മുഖത്തിൽ ഹോമിക്കുക എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഭഗവാന്റെ മുഖം തന്നെയാണ് ഈ അഗ്നി എന്ന് പറയുന്നത്, ഭഗവാന്റെ മുഖമാണ് എന്ന് പറയുന്നു. മുഖരന്ധ്രം, അതിൻ്റെ മുഖത്തിൻ്റെ ദ്വാരം, ആ വായുടെ ദ്വാരമാണ് അഗ്നി എന്ന് പറയുന്നത്. ദേവാഹ ഭുജാഹ. ദേവന്മാരൊക്കെ അങ്ങയുടെ ഭുജങ്ങളാണ്, കൈകളാണ്, ബാഹുക്കളാണ്. ഭുജങ്ങൾ എന്ന് പറയുമ്പോൾ കൈകൾ, ബാഹുക്കൾ. അപ്പോൾ ദേവന്മാരൊക്കെ അങ്ങയുടെ ഭുജങ്ങളെ, കയ്യിന് ഊക്കുള്ളവരാണ് ദേവന്മാരെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ദേവന്മാരാണ് അങ്ങയുടെ കൈകളായിട്ടുള്ളത് എന്നാണ്. ദേവാഭുജാഹ സ്തനയുഗം തവ ധർമ്മദേവ. സ്തനയുഗം, അങ്ങയുടെ സ്തനങ്ങൾ ആകട്ടെ ധർമ്മദേവനാണ്. ധർമ്മദൈവം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യമൻ തന്നെയാണ് അവിടെ ധർമ്മദേവനായിട്ടുള്ളതായിട്ടുള്ള സങ്കല്പം. ആ ധർമ്മദേവനാണ് ഏത്? സ്തനയുഗം. സ്തനങ്ങളാണ് ധർമ്മദേവനായിട്ട് പറയണത്. സ്തനയുഗം, രണ്ട് സ്തനങ്ങൾ. യുഗം എന്ന് പറഞ്ഞാൽ യുഗളം എന്നുള്ള അർത്ഥം തന്നെയാണ്, ഇരട്ട, രണ്ടെണ്ണം. സ്തനങ്ങളുടെ രണ്ട് സ്തനങ്ങൾ. സ്തനയുഗം തവ ധർമ്മദേവ. തവ സ്തനയുഗം, അങ്ങയുടെ സ്തനയുഗമാണ് ആര്? ധർമ്മദേവൻ. നേരിട്ട് മറിച്ചും പറയാം, ധർമ്മദേവൻ അങ്ങയുടെ സ്തനയുഗമാണ് എന്ന് അങ്ങനെയും പറയാം. ഏതായാലും രണ്ടും ഒന്നാണ് എന്നുള്ളതാണ് സങ്കല്പം. ഒന്നും കൂടി ശ്ലോകങ്ങളിൽ ചെല്ലാം. ബ്രഹ്മരന്ധ്രമദമീശ്വര വിശ്വഗന്ധ ഛന്ദംസി കേശവ ഘനാസ്തവ കേശപാശാ ഉല്ലാസിച്ചില്ലിയുഗളം രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാച നേത്രേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വേദം സുഷുമ്നതവ വിശ്വമതിൻ പിതാവേ, മേഘങ്ങളാണു തവ കേശവ കേശപാശം. ഭ്രൂലോലമീശ്വര ഭവാന്റെ വിരിഞ്ചലോകം, കൺപോള രാത്രി പകലും സവിതാവു കൺകൾ. നിശേഷ വിശ്വരചനാചകടാക്ഷമോക്ഷ കർണൗ ദിശോശ്ചിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോക്തരോഷ്ടൗ താരാഗണാശ്ച ദശനാശ്ചമനശ്ച ദംഷ്ട്രാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വിശ്വം രചിപ്പതു ഭവാന്റെ കടാക്ഷലീല, ദിക്കൊക്കെ ദേവ
ചെവി നാസികളശ്വനീകൾ ലോഭം ചലജ്ജ തവ ചുണ്ടുകളാണു ദേവാ നക്ഷത്രമാണു തവ പല്ലണി ദംഷ്ട്രകാലൻ മായാവിലാസഹസിതം സ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശകുന്ദപങ്ക്തി സിദ്ധാദയസ്വരഗണാഃ മുഖരന്ധ്രമഗ്നിർദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവഃ. മലയാള കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മായാ നറും ചിരി ഭവൽശ്വസനം സമീരൻ നാക്കാണു വെള്ളമഥ പക്ഷികളാണു വാക്കും സിദ്ധാദികൾ സ്വരഗണം തവ വക്ത്രമഗ്നീ കൈകൾ സുരർ സ്തനയുഗം ബത ധർമ്മദേവൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.